എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 22 വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതുവരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആ എഡിറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാം. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 200 രൂപ ഫീസ് നിങ്ങൾ അധികമായിട്ട്, അതായത് ചലാൻ മുഖേന അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒക്കെയാണ്. അതായത് പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് കൊടുക്കണം. ട്രയൽ അലോട്ട്മെൻറ്റിന് മുമ്പ് എഡിറ്റ് ചെയ്യാനായിട്ട് ഫീസ് കൊടുക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉടൻ അപേക്ഷിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ, നിലവിൽ നിങ്ങൾ എയ്ഡഡ് അതുപോലെ ഗവൺമെൻറ് കോളേജ് ഓപ്ഷൻ കൊടുത്തവർ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് കൂടി ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഫിനാൻസിൽ ഫീസ് കൂടുതലായിരിക്കും, ഗവൺമെൻറ് കോളേജിൽ ഫീസ് കുറവായിരിക്കും, അതുപോലെ എയ്ഡഡ് കോളേജിലും ഫീസ് കുറവായിരിക്കും. അതുപോലെ എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കോഴ്സുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കോഴ്സുകൾക്ക് ഫീസ് കൂടുതലുണ്ടാകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ താല്പര്യമുള്ള കോഴ്സുകൾ കൊടുക്കുക. അതിൻ്റെ കൂടെ അവിടെ എത്ര രൂപയാണ് ഫീസ് എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.kannur.university.ac.in/FRY/UGADM 2026/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് FIUGP പ്രോഗ്രാംസ് കാണാം. അതുപോലെ തന്നെ FIIMB പ്രോഗ്രാംസ് കാണാം. FIUGP എന്ന് വെച്ചാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും FIIMB എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാമുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ FIUGP പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഈ 4 വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ FIUGP പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അഫിലിയേറ്റഡ് കോളേജുകളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം അതിൽ ജസ്റ്റ് ഒന്ന് എയറോ സിമ്പിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സിൻ്റെ എലിജിബിലിറ്റി എന്താണ്, അതുപോലെ ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ളതും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ FIIMB പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ ഇത് ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പാലയാട് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസുകളിലൊക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ സിമ്പിളായിട്ട് ഓരോ കോളേജിലെയും അതായത് ഓരോ കോളേജിലെ ഓരോ കോഴ്സും ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടാലും ഈ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ മുൻഗണനാ ക്രമത്തിൽ നൽകുക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ചില കോഴ്സുകൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ ഇല്ലാതെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സെൽഫ് ഫിനാൻസ് കോളേജസ് ഒക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ സെമസ്റ്റർ വൈസ് ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ BCA കോഴ്സൊക്കെ ആണെങ്കിൽ ഏകദേശം സെൽഫ് ഫിനാൻസിൽ 30,000 രൂപക്കടുത്ത് സെമസ്റ്റർ ഫീസ്, അതായത് 6 മാസം ഫീസ് വരും. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ട് ഫീസ്. ഗവൺമെൻറ് ആണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഫീസ് ഈ 6 മാസം കൂടുമ്പോൾ അങ്ങനെ ഫീസ് വരുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സിലേക്ക് അപേക്ഷിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഉടൻ തന്നെ അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ admission.kannur.university.ac.in/FRY/UGADM 2026/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഡിഗ്രി കോഴ്സിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് നമ്പേഴ്സ് കൊടുത്ത് വെരിഫിക്കേഷൻ കോഡാണത്. ആ ഒരു കോഡും കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ അല്ല സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 8 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ 8 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജനറൽ SCBC വിഭാഗം എന്ന് പറയുമ്പോൾ SCBC OBC വിഭാഗം SCBC ആണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയാണ്. അതുപോലെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 300 രൂപയാണ് ഫീസ് വരിക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപേക്ഷയിൽ വല്ല എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ജൂൺ 22 വൈകുന്നേരം 5 മണിക്കാകും ചെയ്യാൻ നോക്കുക. കാരണം ഇതിനുശേഷം നിങ്ങൾ എന്ത് തരത്തിലുള്ള എഡിറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ 200 രൂപ ഫീസ് അടയ്ക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫീസും ഇല്ലാതെ തന്നെ നിങ്ങളുടെ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ അപേക്ഷ ലോഗിൻ ചെയ്ത് അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ വെരിഫിക്കേഷൻ കോഡും കൂടി കൊടുത്ത് സൈൻ ഇൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ എഡിറ്റുകളാണോ ചെയ്തത് ആ ഒരു എഡിറ്റുകൾ ഓപ്ഷൻസ് ഉൾപ്പെടെ എന്ത് ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റുകളോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് FIVGP FIMB ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ തന്നെ 3 ഇയർ ഡിഗ്രി അതുപോലെ 4 ഇയർ ഡിഗ്രി എന്നിങ്ങനെ പലതരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഡിഗ്രി ഓണേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു PG കോഴ്സിൻ്റെ ലാറ്ററൽ എൻട്രി വിഭാഗത്തിലേക്ക് 1 വർഷം പഠിച്ചാൽ മതി. ലാറ്ററൽ വിഭാഗം വഴി 1 വർഷം പഠിച്ചാൽ ഡിഗ്രി ഹോണേഴ്സ് പഠിച്ചവർക്ക് PG കിട്ടുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ചേരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പഠന വകുപ്പും കോളേജും പ്രോഗ്രാമുകളും ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കണം. മറ്റ് ഓപ്ഷനുകൾ ഇപ്രകാരം മുൻഗണനാ ക്രമത്തിൽ നൽകേണ്ടതാണ്. അതുപോലെ അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷൻ ലഭിച്ചാൽ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ ഈ ഒരു ഓപ്ഷന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ മാത്രമേ പരിഗണിക്കുള്ളൂ. താഴെയുള്ള ഓപ്ഷനുകൾ ഒരു കാരണവശാലും പരിഗണിക്കില്ല. അതിനാൽ കോളേജുകളും പ്രോഗ്രാമുകളും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഏറ്റവും ആദ്യം എന്ന ക്രമത്തിൽ തന്നെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയിറ്റേജോ അങ്ങനെ സംവരണ ആനുകൂല്യങ്ങളോ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ അപേക്ഷയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അല്ലാത്ത പക്ഷം പ്രവേശന സമയത്ത് രേഖകൾ ഹാജരാക്കിയാൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. അതുപോലെ ഓപ്ഷൻ കൊടുത്ത കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രവേശനം നേടണം. അല്ലാത്ത പക്ഷം തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിശ്ചിത തീയതിക്കുള്ളിൽ അഡ്മിഷൻ ഫീസ് നിർബന്ധമായിട്ടും അടക്കണം. അല്ലാത്തവർ അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്താവുന്നതായിരിക്കും. അത് യൂണിവേഴ്സിറ്റി ഫീസാണ്, അതാണ് അഡ്മിഷൻ ഫീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ രജിസ്ട്രേഷൻ ഫീ, അഡ്മിഷൻ ഫീ എന്നിവ അടച്ച ചലാൻ നിർബന്ധമായിട്ടും സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഫീസ് അടച്ച ചലാൻ എന്നിവ കോളേജിൽ അഡ്മിഷൻ സമയത്ത് മാത്രം ഹാജരാക്കിയാൽ മതി. അതുപോലെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുക. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കോളേജിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടേണ്ടതുള്ളൂ. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ കോളേജുകളിൽ പ്രവേശനത്തിന് ഹാജരാവുകയും താൽക്കാലിക പ്രവേശനം നേടേണ്ടതുമാണ്. അതുപോലെ തന്നെ സർവ്വശാല അഡ്മിഷൻ ഫീസ് മാത്രമാണ് താൽക്കാലിക പ്രവേശനം നേടുന്നവർ അടയ്ക്കേണ്ടത്. താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കോളേജുകൾ പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും, മറ്റ് ഫീസുകൾ വാങ്ങുന്നതല്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിക്കുന്ന അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യേണ്ടതും സ്ഥിര പ്രവേശനം നേടേണ്ടതുമാണ്. അതുപോലെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തുന്ന പക്ഷം അടുത്ത അലോട്ട്മെൻറ്റിൽ അവ പരിഗണിക്കുന്നതും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നയാൾ നിർബന്ധമായിട്ടും അത് സ്വീകരിക്കുകയും ചെയ്യണം. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ലോവർ ഓപ്ഷൻസ് ഒരു കാരണവശാലും പരിഗണിക്കില്ല. അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷൻസൊന്നും അടുത്ത അലോട്ട്മെൻറ്റിൽ പിന്നീട് പരിഗണിക്കില്ല. പിന്നീട് അതായത് ആ ഒരു ഓപ്ഷൻ നൽകിയ ആ ഒരു ടൈമിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻസിൻ്റെ താഴെയുള്ള ഓപ്ഷൻ പരിഗണിക്കില്ല. അതുപോലെ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് UGADOA അതായത് UGADOA@kannur.uni.ac.in എന്നുള്ള ഇമെയിൽ ID-യിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതാണ്. തെറ്റായി അടക്കുന്ന ഫീസുകൾ ഒരു കാരണവശാലും തിരികെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരുത്താനുള്ള സമയം എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസിംഗ് രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ദിവസം വരെ അപേക്ഷയിൽ തിരുത്തലുകൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. ഇതിന് ഫീസ് ഈടാക്കുന്നതല്ല. ഇതിന് ശേഷം ഉള്ള തിരുത്തലുകൾക്ക് ഫീസ് ഈടാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും, അതായത് അലോട്ട്മെൻറ്റ് വന്ന ശേഷമല്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഫീസോ കാര്യങ്ങളോ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.